ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് 2024 ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാർ. ഗുൽസാറിൻ്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ്. 2022 57ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ദാമോദരൻ മൗസോയ്ക്കാണ് ലഭിച്ചത്. അത് കൊങ്ങിണി ഭാഷയാണ്. വാധ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര. IHRD കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ ക്യാമ്പസ്. നവീന സാങ്കേതിക വിദ്യയെ വ്യാവസായിക സംരംഭങ്ങളുമായി കണ്ണിച്ചേർക്കാൻ ക്യാമ്പസുകളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അംഗീകാരം നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സർക്കാർ ജീവനക്കാർക്ക് ആകസ്മിക അവധി അനുവദനീയമായ കേരള സർവീസ് ചട്ടത്തിലെ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തിയ രോഗം ചിക്കൻ പോക്സ്. ICC ഏകദിന ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം മുഹമ്മദ് നബി, അഫ്ഗാനിസ്ഥാൻ. 2024 ഫെബ്രുവരിയിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 117. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗം ഡിജിക്കൂട്ടം. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീമിനെ നയിക്കുന്നത് നിജോ ഗിൽബർട്ട്. ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനം. 2024 ഫെബ്രുവരിയിൽ ISRO ബഹിരാകാശത്ത് നിന്ന് കൃത്യതയോടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഭൂമിയിൽ തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ഏത് രാജ്യമാണ് അടുത്തിടെ സ്വവർഗ വിവാഹം നിയമപരമാക്കിയത്? ഗ്രീസ്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കുടുംബശ്രീയുടെ പുതിയ ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. പോക്കറ്റ് മാർട്ട് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഭക്ഷണ വിതരണം നടത്തുന്നത്. സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെൽ. വനേതര പ്രദേശങ്ങളിലെ വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ വൻ മിത്ര പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. മൂന്നാറിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം അനാഫിലിസ് മൂന്നാറൻസിസ്. അടുത്തിടെ 840 ദശലക്ഷം ടണ്ണിലധികം ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയത് രാജസ്ഥാനിലെ കരൗലിയിൽ. അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവ് വേദി ഷില്ലോങ്. 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് വേദി മലേഷ്യ. പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചത്? ഇന്തോനേഷ്യ. 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം കേരളം. സംസ്കൃതിയും സമൃദ്ധിയും എന്ന പ്രമേയത്തിൽ 2024 ഫെബ്രുവരി 17 മുതൽ 27 വരെ 10 ദിവസത്തെ സാംസ്കാരിക ഉത്സവം നടത്തുന്നത് ആഗ്രയിൽ. ഭക്ഷ്യ പ്രതിസന്ധിയെ നേരിടാൻ ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞ വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനം മീറ്റി. ലോകബാങ്ക് സഹായത്തോടെ സ്ത്രീകളുടെയും യുവാക്കളുടെയും കാർഷികേതര മേഖലകളിൽ സാമ്പത്തികമായ ഉന്നമനത്തിനായി ഇൻസ്പയേഴ്സ് എന്ന പ്രോഗ്രാം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം സിക്കിം.
ഇൻസ്പയർസിൻ്റെ ഫുൾ നെയിം ഇൻ്റഗ്രേറ്റഡ് സർവീസ് പ്രൊവിഷൻ ആൻഡ് ഇന്നൊവേഷൻ ഫോർ റിവൈസിംഗ് എക്കണോമിക്സ് എന്നാണ്. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. മറ്റൊരു ലോകം സാധ്യമാണ് എന്ന പ്രമേയത്തിൽ വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ 16ാമത് സമ്മേളനം ആരംഭിച്ചത് കാഠ്മണ്ഡു, നേപ്പാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആർ അശ്വിൻ. രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ 3ാം ടെസ്റ്റിൽ നേടിയ വിക്കറ്റോടെ അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് ആർ അശ്വിൻ. കരിയറിലെ 100ാം ടെസ്റ്റിനിറങ്ങിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ്. പത്മശ്രീ നേടിയ ഇന്ത്യൻ ഷെഫ് ഇംതിയാസ് ഖുറേഷി. അടുത്തിടെ സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാലസ്തീനിലെ അഭയാർത്ഥികളുടെ നാടക സംഘം ദി ഫ്രീഡം തിയേറ്റർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്നത് ബംഗളൂരു മെട്രോ. അടുത്തിടെ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാം അഹ്ലൻ മോദി. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയത് ഏത് കേരള നിയമസഭയാണ്? 15ാം കേരള നിയമസഭ. പ്രധാനമായും ശബ്ദ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റി ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഏത് IITയിലെ പ്രൊഫസറാണ്? IIT ജമ്മു. പ്രൊഫസറുടെ പേര് ഡോക്ടർ കരൺ നത്വാനി. ലോക നരവംശ ശാസ്ത്ര ദിനം ആചരിച്ചത് ഫെബ്രുവരിയിലെ 3ാമത്തെ വ്യാഴാഴ്ച. അത് 2024 ഫെബ്രുവരി 15 2024 വേൾഡ് ആന്ത്രപ്പോളജി ഡേ തീം കണക്ഷൻസ് ആൻഡ് കൊളാബറേഷൻസ് ആണ്. ഏതു പദ്ധതിയാണ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർട്ടിക്കിൾ 19(1)(a)യുടെ ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആരോപിച്ചത്? ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് IRCTC CMD-യുടെ ചുമതല ഏറ്റെടുത്തത്? സഞ്ജയ് കുമാർ ജെയിൻ. കവി A. അയ്യപ്പൻ്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് അനിത തമ്പി അർഹയായത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും ആരും മറന്നു പോകരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വീണ്ടും നമ്മൾ അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.